തണുപ്പ് കാലത്തെ പ്രതിരോധിക്കാനുള്ള ഉത്തരേന്ത്യൻ കർഷകരുടെ പ്രധാന ഉപായം എന്താണെന്നറിയാമോ? ഹുക്ക. ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും ചെറുതും വലുതുമായ ഹുക്കയുണ്ടാകും. പുകവലിയുടെ മറ്റൊരു രൂപമാണെങ്കിലും ഹുക്ക വലിക്കാൻ കൂടിയിരിക്കുന്നതും ഒരേ ഹുക്കയിൽ നിന്ന് ഒട്ടേറെ പേർ പുകയെടുക്കുന്നതുമൊക്കെ അവിടെയൊക്കെ സാമൂഹിക സൗഹാർദ്ദത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. പുകവലിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. ഹുക്ക വലിക്കുന്നതിനും ഹുക്കയിൽ പുകയുണ്ടാക്കുന്നതിനും പ്രത്യേക രീതിയുമുണ്ട്. ഉത്തരേന്ത്യയിലെ ഹുക്കയെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് നമ്മുടെ സ്വന്തം ആദിൽ പാലോട്. ഉത്തർപ്രദേശ് ദില്ലി അതിർത്തിയായ നോയിഡയിൽ കർഷകരുടെ സമരം റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉപകരണം കാണുന്നത്. ഇതൊരു സാമൂഹിക ബന്ധത്തിന്റെ പരിച്ഛേദമായി നമ്മൾ കാണുകയാണ്. കൂട്ടമായി ഇരുന്ന് പ്രായമായവർ, പുരുഷന്മാർ ഇങ്ങനെ ഹുക്ക വലിക്കുകയാണ്. ഈ ഹുക്ക എന്നുള്ളത് പലയിടത്തും പല രൂപത്തിലാണിത് നിർമ്മിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളത് വളരെ കൗതുകമാണ്. ഇതിനുള്ളിൽ വെള്ളമാണെന്ന് പറയുന്നു. ഇതിനുള്ളിൽ പുകയില നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കത്തിയാണ് പിന്നീട് പുക വലിക്കാനുള്ള സാഹചര്യം, അതിലേക്ക് പുക വലിക്കാനുള്ള വായു എത്തുന്നതെന്നാണ് അറിയുന്നത്. ഏതായാലും ഇവരോട് ചോദിക്കാം, ये कैसा बना है? ऊपर वाला जो हिस्सा है ये चिलम, ये कुम्हार बनाते हैं मिट्टी से, ये कुम्हार का बना है। नीचे वाला फैक्ट्री में बनता है, इंडस्ट्री है इसकी अलग से, वो सब बनता है। ഇത് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ये इसमें क्या क्या डालेगा? इसमें पहले डालेंगे चुगल होती है मिट्टी में, फिर उसके ऊपर तम्बाकू, फिर उसके ऊपर एक ठेकरा, फिर ऊपर आँच. വളരെ കൗതുകമാണ്. ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ പാത്രത്തിന്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ മണ്ണിന്റെ ഒരു ചെറിയ അടപ്പുണ്ടാകും. അത് വെക്കും. അതിന് മുകളിൽ പുകയില നിക്ഷേപിക്കും. പുകയിലേക്ക് മുകളിൽ വീണ്ടും ഒരു അടപ്പ് കൂടിയുണ്ട്, മണ്ണിന്റെ അടപ്പ് കൂടി ഉണ്ടാകും. അതിന് മുകളിൽ തീ വെക്കുമെന്നാണ് പറയുന്നത്. തീ തന്നെ ചാണകം കൊണ്ടുണ്ടാക്കിയതാണ്. ചാണകം ഉണക്കിയെടുത്ത് അത് തീ പിടിപ്പിച്ച് വെക്കുകയാണ്. ഇതിൽ ഇങ്ങനെ തീ ഇറങ്ങും. ഇതിൻ്റെ താഴ്ഭാഗത്ത്, ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് വെള്ളമാണ്. ഈ പുകയും വെള്ളവും ചേർന്ന് ഇതിലൂടെ വായു പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ദില്ലി.